ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിരിഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഷാഫി പറമ്പിൽ MP ആണ്. അദ്ദേഹം പോലീസ് മർദ്ദനത്തിന് ശേഷം സർജറിയൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് മാസ്ക് ഇല്ലാതെ ഇപ്പോൾ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പരിപാടി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ്, ഒരു ചാരിറ്റി പരിപാടിയാണ്. എന്തായാലും ഷാഫി പറമ്പിൽ MP ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചാരിറ്റി പരിപാടിയല്ല, അവരുടെ ഫണ്ടാണ്, അവരുടെ അവകാശമാണ്. അപ്പം ഇതൊരു ആനുകൂല്യ വിതരണമല്ല, അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കലാണ്. കാരണം MP ഫണ്ടാണ്, ജനങ്ങളുടെ പൈസയാണ്. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കേണ്ട പൈസയാണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കപ്പെടേണ്ട പൈസയാണ് തീർച്ചയായിട്ടും. അപ്പോൾ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കം കൂടിയാണ്. പിന്നെ അതിന് പേർക്ക് ഇത് വിതരണം ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 22 ആളുകൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ 100ഓളം ആളുകളുടെ പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പെൻഡിങ്ങിലായിരുന്നു. ഇപ്പം ജില്ല UDID കാർഡിൻ്റെ ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് എന്നോട് വന്ന് പ്രസംഗിച്ചത് 1700ഓളം ആളുകളുടെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൊണ്ട് പലർക്കും വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതുപോലെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് അത്തരം കാര്യങ്ങൾ, അതുപോലെ പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിൻ. അപ്പോൾ ഈ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ അവയർനെസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ളൊരു ഓഡിറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഉപകരണ വിതരണങ്ങൾ, അതിൻ്റെ തുടർച്ചയുണ്ടാവും, അടുത്ത വർഷങ്ങളിലും ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്നത് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് പോലും അവരുടെ വീടുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡില്ല. അപ്പോൾ റോഡിൻ്റെ അപേക്ഷ തന്നെ ഭിന്നശേഷി ആളുകളുടെ വീടുകളിലേക്കുള്ള വഴി നേരാക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന അപേക്ഷ തന്നെ 100 കണക്കിനാണ്. അതിപ്പോൾ MP ഫണ്ട് ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വർഷവും പ്രയോറിറ്റി കൊടുത്ത് കുറച്ചാണെങ്കിലും പറ്റാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ പരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഭേദമായോ പൂർണ്ണമായിട്ടും? അത് പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിരിഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട് മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടാവും അല്ലേ? മണ്ഡലത്തിലല്ലെങ്കിലും സജീവമായിട്ടുണ്ട്. റെസ്റ്റ് പീരീഡ് പറഞ്ഞ ഒരു സമയത്ത് മാറി നിൽക്കേണ്ടി വന്നു എന്നല്ലാതെ ഇനിയിപ്പോൾ ഇൻഫെക്ഷൻ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പരിക്ക് പറ്റിയതിനു ശേഷം, ചികിത്സയിൽ വിശ്രമത്തിലായതിനു ശേഷം പിന്നീട് പൊതുപരിപാടികളിൽ സജീവമാവുകയാണ് ഷാഫി പറമ്പിൽ MP. ഇന്ന് ഒരു ഭിന്നശേഷി ആളുകൾക്കുള്ള ഈ മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം, ആ രീതിയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് വടകരയിൽ എത്തിയിരിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായതിനെ തുടർന്നും പരിപാടികളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.